കുറിഞ്ഞാലിയോട് 13-ാം വാർഡിലെ 3 ഏക്കറോളം വരുന്ന വലിയ പറമ്പ തെങ്ങിൻ തോപ്പിൽ നിന്നും ദേശീയപാത പ്രവൃത്തിക്ക് വേണ്ടി മണ്ണെടുക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമാർന്ന ഒരു സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ 2 പഞ്ചായത്തുകളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. വലിയ പറമ്പ് എന്ന് പറയുന്ന ഏകദേശം 3-3.5 ഏക്കർ വരുന്ന ഒരു പറമ്പ്, വലിയൊരു തെങ്ങിൻ തോപ്പ്. ആ തെങ്ങിൻ തോപ്പ് മുഴുവൻ ഇടിച്ചു നിരത്തി മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം അണിയറയിൽ വരുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയൊരു നീക്കം ഈ പ്രദേശത്തെ ജനങ്ങൾ നടത്തിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രകൃതിയെ സംബന്ധിച്ച് വലിയ ആശങ്കാകുലരായ മനുഷ്യരാണ്. എപ്പോഴാണ് നമ്മുടെ പ്രകൃതിക്ക് നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾക്ക് ചുറ്റുപാടും നിൽക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തി വരുമ്പോൾ അതിനെതിരെ പല കോണിൽ നിന്നും പലയിടത്തു നിന്നും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇതുപോലെയുള്ള ഒരുപാട് ചെറുതും വലുതുമായ നിരവധി ആക്ഷൻ കമ്മിറ്റികൾ, നിരവധി പ്രവർത്തനങ്ങൾ ഒക്കെ ഓരോ ഘട്ടത്തിലും ഈ നാട് കണ്ടുവരുന്നതാണ്. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു കേരയിൽ വിരുദ്ധ സമരം നടത്തിയത്. കേരളിനും ഒരുപക്ഷെ ഇത് തന്നെയായിരുന്നു അനുഭവം. കേരളയിൽ വരുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പരിസ്ഥിതിയെ വലിയ തോതിൽ ബാധിക്കുന്ന, നമ്മുടെ നാടിനെ 2ആയി വെട്ടിമുറിക്കുന്ന തരത്തിലേക്ക് എല്ലാ കുന്നും മലകളും ഇടിച്ചു നിരത്തി വയലേലകൾ മുഴുവൻ മണ്ണിട്ട് നികത്തി ആ ഒരു പാത വരുന്നതിനെതിരെ വലിയ തോതിൽ ജനവികാരം ഉയർന്നു വന്നു. വലിയ സമരങ്ങളാണ് എല്ലാ ഭാഗത്തും ഉണ്ടായത്. ഒരുപക്ഷെ അത്തരം സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ ആ കമ്പനി ആ നീക്കം ഉപേക്ഷിച്ചു പോവുകയും പിന്നീട് സർക്കാർ അതിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യവും ഉണ്ടായത് ഈ നാട്ടിലെ ജനകീയ പ്രതിരോധത്തിൻ്റെയും ജനകീയ പ്രതിഷേധത്തിൻ്റെയും കൂടി ഭാഗമാണ്. അപ്പം ഇത്തരം ജനകീയ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുകയില്ല. അത് അങ്ങനെ ജനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പ്രദേശം നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. നമുക്ക് 2018 പ്രളയം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രളയ സമയത്ത് ഈ നാട് മുഴുവൻ വലിയ പ്രയാസത്തിൽ നിന്ന ഒരു സമയം. വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായി, നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമുക്കൊന്നും ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാടിനെ പ്രയാസത്തിലാക്കിയ ഒരു സംഭവങ്ങൾ നമ്മൾ ആരും ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉടമസ്ഥതയിലുള്ള ഭൂമി എഗ്രിമെന്റ് വ്യവസ്ഥയിൽ വാങ്ങിച്ചവരാണ് വകാഡ് കമ്പനിക്ക് മണ്ണെടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് പിന്നിലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഉയരം കുറഞ്ഞ 250-ൽ കൂടുതൽ തെങ്ങ് നിറഞ്ഞ കൃഷിഭൂമിയിൽ നിന്നും മണ്ണെടുത്താൽ ചോറോട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലെയും ഏറാമല ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകളിലെയും പ്രദേശവാസികളുടെ കിണറുകൾ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്കും പാരിസ്ഥിതിക ആഘാതവും സംഭവിക്കുമെന്ന് കാണിച്ചാണ് പ്രതിഷേധം തുടങ്ങിയത്. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലാണ് ജനങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഇതിനെതിരെ ഒരു ജനകീയ പ്രതിരോധ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള വലിയ പറമ്പ് മണ്ണെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൃഷിഭൂമിയായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പറമ്പ് വലിയ തോതിൽ മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചപ്പോൾ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടവരാണ്. ഒട്ടനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ. അപ്പോൾ പ്രകൃതി സന്തുലിതാവസ്ഥ പാലിക്കാതെ എടുക്കുന്ന മണ്ണെടുപ്പൊക്കെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സാധാരണക്കാരെ എങ്ങനെയാണ് ദുരിതത്തിലാക്കുന്നത് എന്ന് കൂടുതലായി പറയേണ്ട ആവശ്യം. നമ്മളൊക്കെ തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാവാത്ത കാര്യം തന്നെ.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു തട്ടാൻഡവിട, ചോറോട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ലിനിത എം, ചോറോട് 8ാം വാർഡ് മെമ്പർ പ്രജിഷ ടി എം, ഏറാമല 12ാം വാർഡ് മെമ്പർ OM വിജിന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ N നിധിൻ, പ്രകാശൻ കുനിയിൽ, സന്തോഷ് വെങ്ങോളി, റാഷിദ് പനോളി, C ഗോപാലകുറുപ്പ്, AK കുഞ്ഞിക്കണ്ണൻ, MP ദാമോദരൻ എന്നിവർ സംസാരിച്ചു. പാരിസ്ഥിതിക ആഘാതത്തെപ്പറ്റി അഡ്വക്കേറ്റ് വിനോദ് പയ്യട മുഖ്യപ്രഭാഷണം നടത്തി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PTK സുരേഷ് ബാബു സ്വാഗതവും കൺവീനർ അജിത് കുമാർ MK നന്ദിയും പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റേ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.